തുറക്കാൻ നോക്കി പുറത്തോട്ട് ഓടാൻ വേണ്ടിയായിരിക്കണം. എന്നിട്ട് ഞാൻ ഒരു ചെറിയ പിടി പിടിച്ചപ്പോഴേ വീണു. ഇവിടെ വീണു എന്റെ കയ്യിലാണ് വീണത്. എന്നിട്ട് ആ പിട കണ്ടോണ്ടാണ് ഞാൻ പിന്നെയും ചുറ്റിയിലെടുത്ത് അടിച്ചത്. ഇവിടെ അടിച്ച് പിടിച്ച് കിടത്തിയല്ലോ. പിടിച്ച് കിടത്തി. എങ്ങനെ പിടിച്ച് ഇവിടെ ആദ്യം എടുത്ത ഇവിടെ നഗത്തോട്ടാണ് ഇങ്ങനെയാണ് കിടത്തിയത്. മൊത്തത്തിലോ? ഇവിടെ ഇങ്ങനെ തുറക്കാൻ നോക്കി പുറത്തോട്ട് ഓടാൻ വേണ്ടിയായിരിക്കണം. എന്നിട്ട് ഞാൻ ഒരു ചെറിയ പിടി പിടിച്ചപ്പോഴേ വീണു. ഇവിടെ വീണു എന്റെ കയ്യിലാണ് വീണത്. എന്നിട്ട് ആ പിട കണ്ടോണ്ടാണ് ഞാൻ പിന്നെയും ചുറ്റിയിലെടുത്ത് അടിച്ചത്. ഇവിടെ അടിച്ച് പിടിച്ച് കിടത്തിയല്ലോ. പിടിച്ച് കിടത്തി. എങ്ങനെ പിടിച്ച് ഇവിടെ ആദ്യം എടുത്ത ഇവിടെ നഗത്തോട്ടാണ് ഇങ്ങനെയാണ് കിടത്തിയത്. മൊത്തത്തിലോ? വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ലത്തീഫിനെയും ഭാര്യ സജിത ബീവിയെയും കൊലപ്പെടുത്തിയ രീതി അഫാൻ പോലീസിനോട് വിവരിച്ചു. എന്റെ ദൈവമേ, എത്ര കൂളായിട്ടാണ് ഈ ഒരു അഫാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിക്കുന്നതെന്ന് കേട്ടു നോക്കിയേ. വളരെ കൂളായിട്ട് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. അത് യാതൊരു കുറ്റബോധവും ഇല്ല, ഒന്നുമില്ല. ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടാ. അതുപോലെ തന്നെ അവന് ഇനി ശരിക്കും പറഞ്ഞാൽ അവൻ എന്തിനു പേടിക്കണം അല്ലേ? കാവലിന് തന്നെ പോലീസുകാരുണ്ട്, കറക്റ്റ് ടൈമിൽ ഫുഡ് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനവന് പേടിക്കണം അല്ലേ? എത്ര സിമ്പിൾ ആയിട്ടാണ് ആ ഡാഷ് മോനിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതെന്നൊക്കെയാണ്. എന്തൊക്കെ പരിശീലനം കിട്ടിയ പോലെയല്ലേ? അതും ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഇവനൊക്കെ ഇഞ്ചിഞ്ചായി തന്നെ കൊല്ലണം. അതായത് മറ്റുള്ളവർ അനുഭവിച്ച അതേ വേദന ഇവനും അറിയണം. അതാണ് ശരിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് ബാക്കിയും കൂടെ കേട്ടു നോക്കാം. മൂത്തി മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് അഫാൻ അവിടെ പോലീസിനോട് വിവരിച്ചത്. കാരണം എങ്ങനെയാണ് ഈ രണ്ട് കൊലപാതകങ്ങളും നടത്തിയത് എന്നുള്ള കാര്യമാണ് അഫാൻ ആ വീഡിയോയിൽ കൂടി പോലീസിനടുത്ത് വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടത്. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് മറ്റേ മൂർത്തി പറഞ്ഞതുപോലെ അഫാൻ വിവരിക്കുന്ന ഒരു രീതിയുണ്ട് പോലീസിന്. അതായത് ഇത്രയും മൃഗീയമായി 5 കൊലപാതകങ്ങൾ ചെയ്തിട്ടും യാതൊരുവിധ ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് അഫാൻ ആ കാര്യങ്ങളൊക്കെ തന്നെ ആ പോലീസിനോട് വിവരിക്കുന്നത്. അതായത് ലത്തീഫിനെ കൊലപ്പെടുത്തുന്ന സമയത്ത് സജിത ബീവി അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. ഇതിന് പിന്നാലെയാണ് ആദ്യം സജിത ബീവിയുടെ തലക്കടിക്കുന്നു. അവർ അതുമായി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു. വീടിന്റെ പുറകുവശത്തുള്ള അടുക്കളയിലേക്ക് സജിത ബീവി ഓടുന്നു. പിന്നാലെ അവരെ ക്രൂരമായി തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് സജിത ബീവിയുടെ മരണം സംഭവിച്ചത്. സജിത ബീവിയുടെ തലയ്ക്ക് പുറമെ അവരുടെ കൈക്കും പൊട്ടലേറ്റതായി പറയുന്നുണ്ട്. ഇതെല്ലാം അഫാന്റെ ഈ ചുറ്റി കൊണ്ടുള്ള ആക്രമണത്തിൽ പറ്റിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ ആദ്യം സജിത ബീവി തലയ്ക്ക് അടിയേറ്റ വീട്ടിന്റെ പുറത്തുള്ള അടുക്കളയിലേക്ക് കയറുന്ന വശത്ത് വീഴുന്നു. അവിടെ നിന്ന് അഫാനാണ് സജിത ബീവിയെ ഒറ്റയ്ക്കെടുത്ത് ഒരു തലഭാഗം മാത്രം ഈ അടുക്കളയുടെ ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കുന്നതും ഉടലും കാലും ഒക്കെ ഈ പുറത്തേക്ക് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അന്ന് സജിത ബീവിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതെല്ലാം തന്നെ യാതൊരുവിധ ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് അഫാൻ പോലീസിനെ വിവരിച്ച് നൽകിയത്. മറ്റൊരു കാര്യം, ഈ അഫാൻ ഈ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് അഫാൻ തന്നെ പോലീസിനോട് പറയുന്നുണ്ട്. കാരണം ഈ ലത്തീഫിന്റെ മൊബൈൽ ഫോണിൽ ആരും വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് അഫാന് ശല്യമായി മാറി. കാരണം അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ അവർ ഈ വീട്ടിലേക്ക് ലത്തീഫിനെ തേടി എത്തുമോ എന്നുള്ള ഒരു സംശയം അഫാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് അഫാൻ ഈ ലത്തീഫിന്റെ പുതിയ ഐഫോണും കൂടി കൈവശപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് പോയത്. പോകുന്ന വഴിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാറി ഒരു കുഴിയിലേക്കാണ് അഫാൻ ആ ഫോണും വീട്ടിലെ താക്കോലും. എതിർ സഹോദരനായ ലത്തീഫിന്റെ വീട്ടിലെ ആ ഒരു മൊഴിവെടുപ്പാണല്ലോ നമ്മളിപ്പോ കണ്ടത്. ശരിക്കും ഈ ഒരു അഫാന്റെ കുടുംബം ലത്തീഫിന് 80,000 രൂപയാണ് കൊടുക്കാനുണ്ടായിരുന്നത്. അതായത് ആർഭാട ജീവിതം കൊണ്ടാണ് ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായതെന്ന് ലത്തീഫ് മുൻപ് ഇവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഈ ഒരു അഫാന്റെ അച്ഛൻ ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ടും കുടുംബക്കാരെന്ന നിലയിൽ തന്നെ അദ്ദേഹം അതിനെ ഉപദേശിക്കുമായിരുന്നു. അതുപോലെ ഇവരുടെ ജീവിതം ആർഭാടകരമാണ്, ഇത്തരത്തിൽ കടം വാങ്ങിച്ചൊന്നും ചെയ്യരുതെന്ന് അത് ഒരു സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിന്റെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് തന്നെയാണ് അയാൾ അത് അവരെ ഉപദേശിച്ചത്. പക്ഷെ അതൊരു എന്താ പറയുക, കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ ഒരു പകയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് വിശ്വസിച്ച് ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ തോന്നും? കുത്തുവാക്കുകളൊക്കെ കേട്ടാണ് അത്ര മനന്നൊന്താണ് ഇവൻ ആ ഒരു കൊലപാതകം ചെയ്തതെന്ന്. അപ്പൊ ബാക്കിയുള്ളവരെ കൊലപാതകം ഓരോന്നിനും ഓരോ റീസൺസ് ഈ ഒരു പയ്യൻ കണ്ടെത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്കറിയാം ഈ അഫാന്റെ പിതാവ് ഗൾഫിലായിരുന്നല്ലോ, അവിടെ കുടുങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു, നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ. അപ്പം ഈ ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവൻ ആശ്രയിച്ചിരുന്നതും ഈ ഒരു ലത്തീഫിനെ തന്നെയായിരുന്നു. കൂടുതൽ പ്രതിസന്ധികൾ രൂക്ഷമായപ്പോൾ കൂടുതലായിട്ട് ഇനി ബാധ്യതകളിലേക്ക് പോകരുത് എന്ന് ഈ ഒരു ലത്തീഫ് ഈ ഒരു കുടുംബത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ബുദ്ധിമുട്ടാകുന്നു എന്ന് ഈ ഒരു അഫാൻ പലതവണ മാതാവ് ഷെമിയോട് പറഞ്ഞു എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള ആ ഒരു സൂചന.
അതുമാത്രമല്ല ഈ ഒരു ലത്തീഫ് ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം, എന്നിട്ടും സഹായിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് ഈ ഒരു പയ്യനുണ്ടായിരുന്നത്, ഈ ഒരു ക്രിമിനലിനുണ്ടായിരുന്നത്. പെൺ സുഹൃത്തുമായുള്ള വിവാഹത്തെ എതിർത്തതും ഈ ഒരു ലത്തീഫാണെന്നും അതുമാത്രമല്ല പരിഹസിച്ചതും ഈ ഒരു അഫാനിന് ലത്തീഫിനോടുള്ള ഒരു വൈരാഗ്യം വർദ്ധിക്കുന്നതിനുള്ള കാരണമായി എന്നാണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നത്. ഈ ഒരു സംഭവം നടന്ന ദിവസം SN പുരത്തെ വീട്ടിലെത്തി അഫാൻ വാക്ക് തർക്കത്തിനൊടുവിലാണ് ലത്തീഫിനെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇവരുടെ വൈഫ് സജിതയെ ഇവൻ പിന്നാലെ ചെന്നാണ് കൊലപ്പെടുത്തിയത്. അതാണ് അവരുടെ ആ ഒരു ബോഡിയൊക്കെ ആ ഒരു അടുക്കള ഭാഗത്താണ് കിടക്കുന്നത്. അതുപോലെ ഈ ലത്തീഫിന്റെ ബോഡി ആ ഒരു സെറ്റിയില് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു പൊസിഷനിലാണ്. ശരിക്കും ആ ഒരു വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്തപ്പോൾ വന്നതാണ്. ശരിക്കും അതൊക്കെ അത് അങ്ങനെ ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല, എന്നിരുന്നാലും അറിവില്ലാതെ ആരൊക്കെ ഷെയർ ചെയ്തപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും നമുക്കത് കണ്ണ് പൊത്തിപ്പോകുന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഓരോ കൊലപാതകങ്ങളും ചെയ്തിരിക്കുന്നതൊക്കെ. ശരിക്കും കുറച്ച് ദിവസത്തേക്ക് നമുക്കത് മനസ്സിൽ നിന്ന് മാറില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു മീഡിയക്കാർ പോലും ഇതിനെ പുറത്ത് വിടാത്തതും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഈ സോബയിൽ ഇരിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു ലത്തീഫിനെ ആക്രമിച്ചല്ലോ. ആ ഒരു ആക്രമണത്തിനിടയിലാണ് ലത്തീഫിന്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നത്. ഇതോടെ തുടർച്ചയായി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഇത് കണ്ട ലത്തീഫിന്റെ ഭാര്യ സാജിദ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടിയെന്ന്. ഈ ഓടുന്നത് കണ്ടുകൊണ്ടാണ് ഈ അഫാൻ എന്ത് ചെയ്ത് ഈ ഒരു സാജിദയുടെ പിറകെ ഓടിച്ചെന്ന് അവരെയും അവിടെ അടിച്ചു വീഴ്ത്തി. അതിനുശേഷം പുറത്തിറങ്ങി ലത്തീഫിന്റെ ഫോൺ എടുത്ത് വീടിന്റെ സമീപത്തെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് അഫാൻ പറയുന്ന മൊഴി. എന്തായാലും ഈ ഒരു തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ലത്തീഫിന്റെ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലത്തീഫിന്റെ ഫോൺ കണ്ടെത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്, പരിശോധനയുടെ തെളിവെടുപ്പിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അഫാനുമായി സമീപത്തെ പറമ്പിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അവിടെ ഫോൺ വലിച്ചെറിഞ്ഞു എന്നാണ് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ അഫാൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന ഇപ്പോൾ അവിടെ നടക്കുകയാണ്. ഏറ്റവും നിർണായകമായി കേസുമായി ബന്ധപ്പെട്ട് ചുരുളഴിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട തെളിവെടുപ്പാണ്, വളരെ പ്രധാനപ്പെട്ട നടപടികളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ക്രൂരമായാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. തലക്കടിച്ച് ഒരുപാട് തവണ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഫോൺ എവിടെ എന്നുള്ളത് പ്രധാനമാണ്. അത് കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാകുന്നു. ലത്തീഫിന്റെ വീട്ടിലെ അലമാര തുറക്കാൻ പ്രതി ശ്രമിച്ചിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. അതിലൊക്കെ വ്യക്തത തേടുകയാണ് അന്വേഷണ സംഘം. 6 മണിക്കൂറിനിടെ 5 പേരെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. നാടിനൊന്നാകെ വലിയ ഞെട്ടലുണ്ടാക്കിയ കൊലപാതകം. അതിൽ നിർണായക തെളിവുകൾ വഴിയിലെ CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ സാഹചര്യ തെളിവുകളും അഫാന്റെ മൊഴിയും കൂട്ടിയിണക്കിയാകും പോലീസ് ഈ ഒരു അന്വേഷണം നടത്തുക. അതേസമയം തന്നെ വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ ബന്ധുക്കൾ ഉൾപ്പെടെ മറ്റ് 4 പേരുടെയും കൊലപാതക വിവരം ഈ ഒരു പ്രതിയുടെ മാതാവായ ഷെമിയെ അറിയിച്ചു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതായത് ഈ ഒരു മറ്റു മരണവിവരമെല്ലാം ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഇളയ മകൻ അഫ്സാന്റെ മരണവിവരം മാത്രമായിരുന്നു നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ ഒരു അഫ്സാന്റെ മരണം പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഷെമിക്ക് ദേഹാസ്വസ്ഥ്യം ഉണ്ടായി എന്നാണ് അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അന്ന് മറ്റുള്ളവരുടെ മരണമൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അഫ്സാനെ കൂടാതെ ഷെമിയുടെ ഭർത്തൃമാതാവ് സൽമാ ബീബി, ഭർത്തൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ സാജിദ ബീബി, അഫാന്റെ സുഹൃത്ത് ഫർസാന എന്നിവരെ അഫാൻ കൊലപ്പെടുത്തിയെന്നുള്ള വിവരം ഇന്നലെ ഡോക്ടർമാർ അറിയിക്കുക ചെയ്തു. ഇപ്പം ഷെമിയെ ആ ഒരു ICUയിൽ നിന്ന് മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞതും. അച്ഛന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലെ അഫാനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ ഒന്നാണ് ഈ ഒരു കേസ്.